പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? യേശു നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെക്കുറിച്ച് കരുതലുള്ളവനാണ്. അപ്പോൾ നിങ്ങൾ സന്തോഷത്തോടെ ഇരിക്കേണ്ടേ? പ്രശ്നങ്ങളും ആവശ്യങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടാകും. ജീവിതത്തിൽ അതെല്ലാം തീർച്ചയായും ഉണ്ടാകും. എന്നാലും യേശു കൂടെയുണ്ടല്ലോ. പക്ഷേ നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്? അപ്രകാരമായിരിക്കും നിങ്ങൾക്കുള്ള അനുഗ്രഹവും. നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്? ചിലർക്ക് അവരുടെ സ്വന്തം ബലത്തിലാണ് വിശ്വാസമുള്ളത്. എന്നാൽ ചിലർക്ക് അവരുടെ കഴിവിലാണ് വിശ്വാസമുള്ളത്. ചിലർക്ക് അവരുടെ പഠിപ്പിലും ഡിഗ്രിയിലുമാണ് വിശ്വാസമുള്ളത്. പിന്നെ ചിലർക്ക് ബന്ധുക്കളെയും കുടുംബത്തെയും ഉയർന്ന പദവിയിലുള്ള ചിലരുടെ മേലാണ് വിശ്വാസം. നിങ്ങൾ ആരെയാണ് വിശ്വസിക്കുന്നത്? വേദപുസ്തകത്തിൽ യിരെമ്യാവ് 17:7 പറയുന്നു, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഭാഗ്യവാൻ എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്നാണ്. അതാരാണെന്നറിയാമോ? യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയവുമായിരിക്കുന്ന മനുഷ്യൻ. നീ ആരെയാണ് ആശ്രയിക്കുന്നത് എന്ന് ചോദിച്ചാൽ, യഹോവയാണ് എന്റെ ആശ്രയം എന്ന് പറയണം. യഹോവയാണ് എന്റെ ആശ്രയം, യഹോവയിലുള്ള വിശ്വാസമാണ് എന്റെ ജീവിതം എന്ന് പറയണം. ചില സമയത്ത് നാം അറിയാതെ തന്നെ നമ്മുടെ വിശ്വാസം ദിശ മാറിപ്പോകും. എനിക്കൊരു മാതാവിനെ അറിയാം. ചെന്നൈയിൽ അനേകം വർഷങ്ങൾക്ക് മുൻപ് അവരെ കണ്ടപ്പോൾ നല്ല ഭക്തിയുള്ളവരായിരുന്നു, ആത്മീകമായി നല്ല അനുഭവമുള്ളവരായിരുന്നു. എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. ഒരിക്കൽ ദുഃഖത്തോടെ ഒരു കാര്യം പറഞ്ഞു. അവർക്ക് 2-3 വർഷങ്ങളായി ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. എന്താണ് സംഗതി എന്ന് ചോദിച്ചു. ഞാൻ നാട്ടിൽ നിന്നും വരുമ്പോൾ യാത്രയ്ക്ക് വേണ്ടി പരിചയമുള്ള നല്ല ബന്ധമുള്ള ആളുകളോട് കടം വാങ്ങിയാണ് വന്നത്. ഞാൻ എത്തിയുടനെ അത് തിരിച്ചയക്കാം എന്ന് പറഞ്ഞാണ് വന്നത്. 2-3 വർഷങ്ങൾ കഴിഞ്ഞു, ഇനിയും പണം തിരിച്ചയക്കാനായിട്ടില്ല. ആ കടം എന്റെ മനസ്സിനെ വല്ലാതെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നു. ഞാനൊരു പ്രത്യാശയോടെയാണ് വന്നത്. പക്ഷേ ആ പ്രത്യാശ നിറവേറിയില്ല. എന്തായിരുന്നു ആ പ്രത്യാശ? എന്ത് പ്രത്യാശയോടെയാണ് കടം വാങ്ങിയത് എന്ന് ഞാൻ ചോദിച്ചു. എന്റെ മക്കള് 3 പേരും നല്ല ജോലിയിലാണുള്ളത്, നല്ല സമ്പാദ്യമുണ്ട്. ഓരോരുത്തരും കുറച്ച് പണം തന്നാൽ അത് തിരിച്ചു കൊടുക്കാം എന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഞാൻ പറഞ്ഞു, അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചു. നിങ്ങൾ രക്ഷിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടിയിരുന്നത്? യഹോവയിലല്ലേ നിങ്ങൾ വിശ്വസിക്കേണ്ടിയിരുന്നത്? നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നതിന് പകരം മക്കളെയാണ് വിശ്വസിച്ചു വന്നത്. മക്കള് ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു, എനിക്ക് തരും, അതുകൊണ്ട് വാങ്ങിയ കടം തിരിച്ചയക്കാനാകുമെന്ന് കരുതി മനുഷ്യരുടെ മേൽ, മക്കളുടെ മേൽ വിശ്വാസം അർപ്പിച്ചു. അവര് ചോദിച്ചു, മക്കള് ജോലി ചെയ്യുന്നു, സമ്പാദിക്കുന്നു, അവരെ വിശ്വസിക്കുന്നത് തെറ്റാണോ എന്ന്. തെറ്റ് തന്നെയാണ്. യഹോവയിങ്കലാണ് ആശ്രയിക്കേണ്ടത്. യഹോവയെ നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ മക്കളെ ഉപയോഗിച്ച് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും. നിങ്ങൾ മക്കളെ ആശ്രയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടും, ചതിക്കപ്പെടാനേ വഴിയുള്ളൂ. അവരാലോചിച്ചു നോക്കി, അത് ശരിയാണ്. ഞാനും ഈ കാര്യത്തിൽ ദൈവത്തെ വിശ്വസിക്കാതെ എന്റെ മക്കളെ വിശ്വസിച്ചു. ദൈവമേ, ഞാൻ ആരെയും വിശ്വസിക്കുന്നില്ല, നിന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്റെ ആവശ്യങ്ങളെ അങ്ങ് നിറവേറ്റുമെന്ന് അങ്ങയെ ആശ്രയിക്കാതെ എന്റെ മക്കള് ജോലി ചെയ്യുന്നു, എന്റെ മക്കള് സമ്പാദിക്കുന്നു, മക്കള് തരും എന്ന് ഞാൻ വിശ്വസിച്ചു. അവിടെയാണ് തെറ്റിയത് എന്ന് പറഞ്ഞ്, ദൈവമേ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ വിശ്വസിച്ചത് തെറ്റാണ്. ഇപ്പോൾ ഞാൻ മക്കളെ വിശ്വസിക്കുന്നില്ല, അങ്ങയെ ഞാൻ ആശ്രയിക്കുന്നു. എനിക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ ദൈവമാണങ്ങ്. ഈ കടം തിരിച്ചടയ്ക്കാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. 1 മാസം കഴിഞ്ഞ് ഞാൻ അവരെ കണ്ടപ്പോ, ബ്രദർ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ യേശുവാണ് എന്റെ ആശ്രയമെന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. 1 മാസം കൊണ്ട് ആ പണമെല്ലാം, ആ കടം തിരിച്ചടയ്ക്കാൻ ദൈവം അത്ഭുതം ചെയ്തു. മക്കളോട് ഞാൻ പണം വാങ്ങിയതേയില്ല. ഇത്രയും കാലം അവര് പണം തന്നില്ല. ചോദിച്ച് ഞാൻ മടുത്തു. ഇപ്പോൾ ദൈവത്തോട് ചോദിച്ചപ്പോൾ വേറൊരു വഴിയിലൂടെ എന്റെ ആവശ്യം നിറവേറ്റിയിരിക്കുന്നു എന്ന് സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോൾ മക്കൾ സമ്പാദിക്കുന്നു എന്ന് മക്കളെ മാതാപിതാക്കൾ ആശ്രയിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചാൽ അല്ല. നിങ്ങൾ ഒരിക്കലും, മക്കളെയാണ് ഞാൻ ആശ്രയിക്കുന്നത്, എന്റെ കച്ചവടത്തെയാണ് ഞാൻ ആശ്രയിക്കുന്നത്, ജോലിയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്, എന്റെ പഠിപ്പിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് അതിൽ നിങ്ങൾ വിശ്വാസം അർപ്പിച്ചാൽ നിങ്ങൾ ആപത്തിലകപ്പെടുന്നതാണ്. ഈ ജോലി തന്ന ദൈവമാണ് എന്റെ ആശ്രയം, എന്നെ പഠിപ്പിച്ച ദൈവമാണ് എന്റെ ആശ്രയം, ഈ വ്യാപാരം തന്ന യഹോവയാണ് എന്റെ ആശ്രയം. എന്റെ മക്കളെ തന്ന ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് ദൈവത്തിങ്കൽ ആശ്രയിക്കുമ്പോൾ ദൈവം മനുഷ്യരെ ഉപയോഗിക്കും.
എന്നാൽ മനുഷ്യരെ ആശ്രയിക്കുകയാണെങ്കിൽ നിങ്ങൾ വഞ്ചിക്കപ്പെടുന്നതാണ്. ഇപ്പോൾ ഇവ രണ്ടിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലായില്ലേ? ഇനി എന്താണ് പറയേണ്ടത്? ഞാൻ ആരെയും ആശ്രയിക്കില്ല, ദൈവത്തെ വിശ്വസിക്കുന്നു. യഹോവയാണ് എന്റെ ആശ്രയം, എനിക്ക് വേണ്ടി ജീവൻ ത്യാഗം ചെയ്ത എന്റെ ദൈവം എന്നെ ഇതുവരെ നടത്തിയിരിക്കുന്നു, ഇനിയും എന്റെ ആവശ്യങ്ങൾ നിറവേറ്റും, വഴി നടത്തും എന്ന് ദൈവത്തെ വിശ്വസിക്കൂ. അത്ഭുതം സംഭവിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ തെറ്റായ വിശ്വാസത്തെ മനസ്സിലാക്കിയില്ലേ? ദൈവത്തോട് ഏറ്റുപറഞ്ഞ്, ദൈവമേ, ഞാൻ തെറ്റായി വിശ്വസിച്ചു, എന്നോട് ക്ഷമിക്കണമേ എന്ന് പറയൂ. കാരണം ഏത് സമയത്തും ജോലി നഷ്ടപ്പെടാമല്ലോ. മക്കൾ ഏത് നേരത്തെങ്കിലും നിങ്ങളെ വിട്ടിട്ട് പോകുമായിരിക്കും. ഈ ലോകത്തിൽ എന്തിനെ വിശ്വസിച്ചാലും ഏതു നേരത്തും അത് നഷ്ടപ്പെട്ടെന്നിരിക്കും. യഹോവ മാത്രമാണ് ശാശ്വതമായുള്ളവൻ. യഹോവയെ ആശ്രയിച്ച് ജീവിച്ചു നോക്കൂ, അത്ഭുതം നടക്കുന്നത് നിങ്ങൾ കാണും. ഇപ്പോൾ ദൈവത്തോട് പറയൂ, ദൈവമേ, എന്റെ തെറ്റായ വിശ്വാസത്തെ എന്നോട് ക്ഷമിക്കണമേ. ഇനി ഞാൻ ഒരു മനുഷ്യനെയും ഒരു പരിതസ്ഥിതിയെയും വിശ്വസിക്കില്ല. അങ്ങയെ മാത്രം ആശ്രയിക്കും. എന്റെ ആശ്രയം അങ്ങാണ്. എനിക്കായി എല്ലാം ചെയ്തു തരും, എന്റെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും. ഞാൻ വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ.